ചില ഡേയ്സ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ഇന്ന് എൻ്റെ പിറന്നാളാണ്. എനിക്ക് 28 വയസ്സ് തികയുന്ന ദിവസം. ഞാനും ഹണിയും കൂടെ രാവിലെ പെർളശ്ശേരി അമ്പലത്തിൽ പോയി. സാരി ഉടുത്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കില്ല. ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക, നമ്മൾ സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ഇന്ന് എനിക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലാണ് എൻ്റെ ഡേ പോയത്. ഞാൻ രാവിലെ ഈ ഒരു അമ്പലം വിസിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എൻ്റെ ഡേ കംപ്ലീറ്റ്ലി മാറ്റിയെന്ന് തന്നെ പറയാം. അമ്മയും നാട്ടിലില്ല, എൻ്റെ അനിയന്മാരും നാട്ടിലില്ല. അപ്പം ഞാൻ പ്രത്യേകിച്ചിട്ട് ഇന്ന് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ആ ഒരു ഡേ വേറെ തന്നെ എൻ്റെ ഓർമ്മകളിൽ ബെസ്റ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡേ ആക്കി മാറ്റി തന്നു. അത് പ്രസൻസിൻ്റെ രൂപത്തിലായിട്ടും പ്രസൻറ്റിൻ്റെ രൂപത്തിലായിട്ടും ഒക്കെ എൻ്റെ ഡേ മെമ്മറബിൾ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അവർ. ശരിക്കും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി പോലെ തന്നെയാണ് അവർ. അപ്പോൾ അമ്മേൻ്റെയും അനിയന്മാരും ഒക്കെ നാട്ടിലില്ലാത്തതിൻ്റെ കുറവ് അവർ ശരിക്കും എനിക്ക് മാറ്റി തന്നിട്ടുണ്ടായി. എൻ്റെ അമ്പലത്തിൽ പോയി വന്ന് നോർമൽ ഡേ ആയി പോവേണ്ട ഒരു ദിവസം അവർ എൻ്റെ ഓർമ്മകളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഓർമ്മകൾ സൂക്ഷിക്കാൻ തന്നിട്ടുണ്ട്. ഫ്രണ്ട്സിനോട് താങ്ക്സ് പറയരുതെന്നാണ്, അതുകൊണ്ട് ഞാൻ താങ്ക്സ് പറയുന്നില്ല. അതിലൊന്നുകൂടി ഹണി കൊടുത്ത അത് കിട്ടിയിട്ടില്ല. കുറച്ച് സെക്കൻഡ് ആക്കിയിട്ടില്ല ഉണ്ട്. കേക്കിന് വിളിച്ചല്ലോ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ എല്ലാം പറഞ്ഞു നിർത്തൂലേ? നിർത്തൂല. കുറച്ച് നേരത്തെ തുടങ്ങിയ അത് വലിയ വർഷം തന്നെ അടിക്കണം കേട്ടാ. ലൈറ്ററും ക്യാമറമാൻ നമ്മക്കാട് പരിപാടി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളറാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളറാക്കി അപ്പൊ വേണ്ടെന്ന് പറഞ്ഞപ്പോ പ്ലീസ്. അപ്പൊ ഇന്ന വീഡിയോ എടുക്കണ്ട, അടുത്തൊരു വീഡിയോ ഇവൻ ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കാനോ. എന്തിന്റെ ഗന്ധർവനോ? ആ കുഴപ്പമില്ല, പറഞ്ഞിട്ടുണ്ടാവും. അത് കിട്ടിയില്ല, വെറുതെ കൈ വെച്ചെടുത്തായി കൊടുക്കൊന്നും വേണ്ട. ഇങ്ങനെ എടുക്ക, എണീറ്റ് എന്നിട്ട് എടുക്കടാ. എന്തെന്നാണ് നാഗവല്ലിന്റെ തൊട്ട് നോക്കാണ്ട് ചിരിച്ചാട്ട്. അതെന്താ